ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത മെഴ്സിഡീസ് ബെൻസിലെ ഈ 220Dയിലെ എന്നെ അത്ഭുതപ്പെടുത്തിയ 8 ഫീച്ചേഴ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ, നമുക്ക് സ്റ്റെപ്പിനി പുറത്തേക്ക് എടുക്കേണ്ട ഒരു ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റെപ്പിനിയുടെ ഡോറ് ജസ്റ്റ് ഇവിടെ ഒരു ഹുക്കിൻ്റെ മുകളിൽ കൊളത്തി ഇടാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആരും ഇല്ലെങ്കിലും സ്റ്റെപ്പിനി എടുക്കലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഈ ഡോറിൻ്റെ പൊന്തിച്ച് പിടിക്കേണ്ട ഒരു ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ. ഇതിൻ്റെ രണ്ടാമത്തെ ഡിസൈൻ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡീസലിൻ്റെ ക്യാപ്പാണ്. ഈ ഡീസലിൻ്റെ ക്യാപ്പ് നമ്മൾ നോർമലി എടുക്കുമ്പോൾ ഇവിടെ തൂങ്ങി കിടക്കാനും ഇവിടെ ഉരയാനൊക്കെ സാധ്യത കൂടുതലുള്ള കാരണം വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ഡീസലിൻ്റെ ക്യാപ്പ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ മെഴ്സിഡീസ് ബെൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു ഡിസൈൻ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോറിൻ്റെ ബോട്ടമിൽ കൊടുത്തിട്ടുള്ള ഒരു ലൈറ്റാണ്. നമ്മൾ രാത്രി വണ്ടി നിർത്തിയിട്ട് ഡോർ തുറന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ ബാക്കിലൂടെ വരുന്ന വണ്ടികൾക്ക് ഇവിടെ ഒരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഡോറിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡോറ് അടച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ലോക്കിംഗ് ഡോഴ്സാണ് ഇതിൽ വരുന്നത്. ജെന്റ്ലി ഡോറ് തന്നെ ഒന്നും കൂടി പ്രസ്സായിട്ട് അടയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ റിയർ സീറ്റിൽ ഇരിക്കുന്നവർക്കും ഇതിൻ്റെ മീഡിയ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കൂടാതെ ഇതിൻ്റെ ഈ ഒരു യൂണിറ്റ് നമുക്കൊരു ഇൻഡിവിജ്വൽ ടാബായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ഇതിന്ന് ഓപ്പൺ ആവുകയും ചെയ്യും. ആ ഒരു മീഡിയ നമുക്കൊരു ഇൻഡിവിജ്വൽ ടാബായിട്ട് നമുക്ക് ഈ സീറ്റിൽ ഇങ്ങനെ ചാരി ഇരുന്നുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനെല്ലാം പറ്റും. അപ്പോൾ ബാക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിലത്തെയും സൺഷെയ്ഡ് ആണെങ്കിലും വിൻഡോസ് ആണെന്നുണ്ടെങ്കിലും ഓപ്പണും ക്ലോസും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്വിച്ച് നമുക്ക് പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ലെഫ്റ്റ് സൈഡിലത്തെ സൺഷെയ്ഡ് ആദ്യം നമുക്ക് ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലത്തെ വിൻഡോൻ്റെ ഗ്ലാസും ഓപ്പൺ ആവും. അതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് സൺഷെയ്ഡ് ഓപ്പൺ ആവും. അതേപോലെ തന്നെ അത് കംപ്ലീറ്റ് താണ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലാസും ഓപ്പൺ ആവും എന്നുള്ളതാണ്. ഇതിൻ്റെ റിയർ സീറ്റിലെ പാസഞ്ചർക്ക് വരുന്ന മിറേഴ്സാണ്. ഈ മിറേഴ്സ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലൈറ്റോട് കൂടിയിട്ട് ഓപ്പൺ ആവും. നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസിനോ മീറ്റിങ്ങിനോ ഒക്കെ പോകുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് കണ്ടിട്ട് നമ്മുടെ തലമുടിയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ബ്രില്യൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിയർ പാസഞ്ചറിന് നമുക്ക് സൺറൂഫിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് ആണെന്നുണ്ടെങ്കിലും ബാക്കിൽ എന്തെങ്കിലും കൂടുതൽ വെയിലോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ സൺഷെയ്ഡിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളാണെങ്കിലും ഈ രണ്ട് സ്വിച്ചിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ വെഹിക്കിളിൻ്റെ സ്പെക്കിലേക്ക് വരുമ്പോൾ ഇത് 2022 മോഡലാണ്. വെറും 20,000 കിലോമീറ്റർ മാത്രമേ ഡ്രിവൺ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. വേരിയൻ്റ് എന്ന് പറയുന്നത് ഈ 220D ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കും ഡീറ്റെയിൽസിനും ഒക്കെ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് സന്ദീപ് നാരായണൻ. തൽക്കാലം സൈനിങ് ഓഫ്. ബൈ.